എഫ് തരംഗം 102 സീറ്റുകൾ നേടി ആധികാരിക ജയം സ്വന്തമാക്കി. UDF, LDF തകർന്നടിഞ്ഞ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഭരണകക്ഷി വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങി. കണ്ണൂരിലെ CPM കോട്ടകൾ അടക്കം തകർന്നു. വിമതർ തകർപ്പൻ ജയം സ്വന്തമാക്കി. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും ജയിച്ചു കയറി. വീണ്ടും അക്കൗണ്ട് തുറന്നു BJP. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു. LDF സ്ഥാനാർത്ഥിയായ CPIയിലെ R രാജേന്ദ്രനെ 4012 വോട്ടിനാണ് ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. പിന്നാലെ കഴക്കൂട്ടത്തും BJP വിജയിച്ചു. ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ UDF 102ഉം LDF 35ഉം NDA 3 സീറ്റുമാണുള്ളത്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് അൻഫിലി ഡിസൂസയും കൊച്ചിയിൽ നിന്ന് KK പ്രശാന്തും കോഴിക്കോട് നിന്ന് രേഷ്മയും ചേരുന്നുണ്ട്. അതിനു മുമ്പ് VD സതീശന്റെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്ന് VD സതീശൻ അറിയിച്ചു. രാജ്യത്തിന് മുന്നിൽ ജയിച്ചത് മതേതര കേരളമെന്നും ജനങ്ങൾക്കായി ഒരു പുതുയുഗം ഒരുക്കുമെന്നും VD. UDF തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കും. ഭരണത്തിന് കൃത്യമായ പ്ലാനുണ്ടെന്നും കാലിയായ ഖജനാവ് നിറയ്ക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് തീരുമാനം ഉടൻ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഗീയവാദത്തിനുമെതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിൻ്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിലുണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ദിവസമാണ് ഇതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിജയം കൈവരിച്ചു എന്നത് മാത്രമല്ല കാരണം, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയം ജനങ്ങൾ നെഞ്ചേറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നാണ്. അത് ഞാൻ ജയിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തന്ന് 3 MLA-മാരെ ജയിപ്പിച്ച് ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഇലക്ഷൻ. ഞാൻ ഈ ഇലക്ഷൻ്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. അത് ഇന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് നടന്നത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത്, CPM തുടരും എന്ന് പറയുന്ന കാലത്ത് 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പാർട്ടിയും പറഞ്ഞ കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനമായി ഒരു ആൻറ്റി CPM ഇലക്ഷൻ ആയിരുന്നു. ആ ആൻറ്റി ഇൻകംബൻസി വോട്ട് ഞങ്ങൾക്കും കിട്ടി, കോൺഗ്രസിനും കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ത്രിപുരയിൽ വെസ്റ്റ് ബംഗാളിലെല്ലാം നടന്ന പോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ കണ്ട് മനസ്സിലാക്കിയ മാർക്സിസ്റ്റ് CPMൻ്റെ ഭരണശൈലിൻ്റെ ഒരു ലാസ്റ്റ് ഫേസാണ് ഈ ഇലക്ഷൻ്റെ ഒരു വലിയ മെസ്സേജ്. തെരഞ്ഞെടുപ്പ് പരാജയം സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വിമത സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയന് പ്രാധാന്യം നൽകി തെരഞ്ഞെടുപ്പ് നേരിട്ടതിൽ പിഴവുണ്ടായിട്ടില്ല. 10 വർഷം ഭരിച്ച നേതാവ് എന്ന പ്രാധാന്യമാണ് പിണറായി വിജയന് ലഭിച്ചത്. പിണറായി വിജയനെതിരെ ആസൂത്രിത നീക്കം നടന്നു. പരാജയം പാർട്ടി ഘടകങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നും MA ബേബി. കേരളത്തിൽ ഇപ്പോൾ തിരിച്ചടിയായതിൻ്റെ കാരണം ഞങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോഴും ഗവൺമെൻസിനെതിരെയായി, ഭരണത്തിനെതിരെയായി
വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തികച്ചും അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ഒരു തോൽവി ഉണ്ടായത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കാതിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആൻഫ്രി ഡിസൂസയും കൊച്ചിയിൽ നിന്ന് കെ പ്രശാന്തും കോഴിക്കോട് നിന്ന് രേഷ്മയും ചേരുന്നുണ്ട്. ആദ്യം ആൻഫ്രി ഡിസൂസയിലേക്കാണ്. ആൻഫ്രിറ്റ് 102 സീറ്റ് എന്ന ആധികാരിക ജയം, അതായത് സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിച്ചു. 2001 ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണ്. എത്രത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ആഞ്ഞടിച്ചത് എന്ന് ഇന്ന് വോട്ടെണ്ണിയപ്പോഴാണ് മനസ്സിലായത്. ഒരു ചരിത്രമാണ് അമ്പിളി. കാരണം ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു 2026. അതായത് കേരള രാഷ്ട്രീയം 2026 മുമ്പും ശേഷവും എന്ന രീതിയിൽ പിൽക്കാലത്ത് ഇനി നമ്മൾ ഭാവി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ആ രീതിയിലാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഇതിനകത്ത് UDFിൻ്റെ വൻ വിജയം, UDF പോലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് അവർ ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത് കാണികളെ ആവേശം കൊള്ളിക്കാനൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്നിട്ട് ഈ പോളിംഗിന് ശേഷവും പോലും ഈ 100 സീറ്റ് രാഷ്ട്രീയ വനവാസമൊക്കെ പറയുമ്പോഴും അതും ഒരു ആവേശത്തിന് പുറത്താണ്. അന്നതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും ഒരു നേതാവ് പോലും 100-നപ്പുറത്തേക്ക് 102 എന്നൊരു നമ്പറിലേക്ക് എത്തുമെന്ന് അവർ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴൊക്കെ നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം അവർ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണോ 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തരംഗം, അതിൻ്റെ അതേ തുടർച്ച അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്ത് എന്ന രീതിയിലേക്കുള്ള ഒരു തരംഗമാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു തരംഗം തന്നെയാണ് UDFിനുണ്ടായിരിക്കുന്നത്. അതൊരു ഭരണവിരുദ്ധത കൃത്യമായി അവിടെ സംഭവിച്ചു. ഒരിക്കലും ഒരു പ്രതിപക്ഷ ടീം UDF ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിച്ചു. ഈ 3 മാസം ആ രീതിയിൽ തന്നെയായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി നിന്ന സമയത്തുണ്ടാകുന്ന കുറേ ചേരിപ്പോരികൾ ഒഴികെ മാറ്റി നിർത്തിയാൽ കൃത്യമായൊരു ടീം UDF ഇവിടെ പ്രവർത്തിച്ചു. അത് തന്നെയാണ് ഈ 102 എന്ന നമ്പറിലേക്ക് എത്തിയത്. പക്ഷെ അത്രയേറെ പ്രവർത്തിച്ചിടുമ്പോൾ 102 എന്നത് ഒരു പ്രതിപക്ഷത്തോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ UDFിനെ അധികാരത്തിൽ വരട്ടെ എന്നൊരു സ്നേഹം എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധത വലിയ രീതിയിൽ ആഞ്ഞടിച്ചു. അതാണ് ഈ 35 എന്ന നമ്പറിലേക്ക് CPMനെ ഇടതുമുന്നണിയെ കൊണ്ട് എത്തിച്ചു. ഒരു അമ്പേ പരാജയം. കനത്ത ഈ കോട്ടകളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുമെന്ന് ഒരിക്കൽ പോലും MV ഗോവിന്ദനോ പിണറായി വിജയനോ പ്രതീക്ഷിച്ചില്ല. അതിനപ്പുറത്തേക്ക് മന്ത്രിമാർ, ഈ 18 മന്ത്രിമാരാണ്. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താൻ മന്ത്രിമാർ 18 പേരാണ്. 19 പേരിൽ കൃഷ്ണൻകുട്ടി ഒഴിച്ചു നിന്നാൽ 18 പേർ മത്സരിച്ചു. ഇതിൽ ജയിച്ചത് വെറും 13 മന്ത്രിമാർ, 5 മന്ത്രിമാർ മാത്രമാണ് ജയിച്ചത്. മറ്റു കരുത്തന്മാർ 13 പേരും അട്ടപടലം പരാജയപ്പെടുന്നൊരവസ്ഥ. അത് തുടക്കം മുതൽ തന്നെ എല്ലാ മന്ത്രിമാരും, ഈ ആറന്മുളയിൽ വീണ ജോർജ് അടക്കമുള്ള എല്ലാവരും, ആർ ബിന്ദു ആയാലും തുടക്കം മുതലേ ഇവർ പരാജയം മണത്തുകൊണ്ടേ ഇരുന്നു എന്നാണ്. ഈ ജയിച്ച മന്ത്രിമാർ, ഈ 5 മന്ത്രിമാർ ജയിച്ചെങ്കിൽ പോലും ഇവരൊക്കെ തന്നെ ഒരു ആശ്വാസ വിജയം ഇവർ നേടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ CPMൽ 35 എന്ന രീതിയിൽ വരുമ്പോൾ CPMും CPIയും അതിൻ്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് അടക്കം തന്നെ ഒരിടത്ത് പോലും വലിയ ഇവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നാണ്. അഥവാ ജയിച്ചവരൊക്കെ തന്നെ അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥ ചിത്രമൊക്കെ പുറത്തു വരുമ്പോൾ അവർ CPM ജയിച്ചവർ, അതായത് ഇവരെ പരാജയപ്പെടുത്തി 2ാം സ്ഥാനത്ത് വന്നവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പല പ്രമുഖരും പലയിടത്തൊക്കെ ജയിച്ചത്. എന്തുകൊണ്ടാണ് കൃത്യമായി ഈ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നതിന് വരും ദിവസങ്ങളിലൊക്കെ തന്നെയും CPM കൂലങ്കഷമായി ചിന്തിക്കുന്നു. അതുതന്നെയാണ് MV ഗോവിന്ദൻ ഈ മാധ്യമങ്ങളെ ഫലം വന്ന ശേഷം ആദ്യമായി കാണുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നു പറയുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റെടുക്കേണ്ടി വരുമെന്നോ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നോ അവർ പ്രതീക്ഷിച്ചില്ല. അതിനപ്പുറത്തേക്ക് ധർമ്മടത്ത് സാക്ഷാ പിണറായി വിജയൻ തന്നെ, മുന്നണിയെ നയിച്ച ക്യാപ്റ്റൻ തന്നെ ഈ രീതിയിലൊരു അദ്ദേഹത്തിനൊരു തകർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2021 ധർമ്മടത്ത് വിജയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ 5 വർഷങ്ങൾക്ക് ഇപ്പുറം 2ാം പിണറായി കഴിഞ്ഞതിന് ശേഷം ഒരു 3ാം ടൈമിനായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ 7 റൗണ്ട്, ആദ്യത്തെ 7 റൗണ്ട് വോട്ടെണ്ണുമ്പോൾ പോലും അദ്ദേഹം പതറി എന്നതും പല പാർട്ടി കോട്ടകളും കടപുഴകുന്നതാണ് നമ്മൾ കണ്ടത്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ പല മന്ത്രിമാരും MLA-മാരും ഒക്കെ വ്യക്തിപ്രഭാവം കണക്കിലെടുത്താണ് പലരും ഇത്തവണയും മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഇനിയുള്ള ദിവസം നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ LDFിലേക്ക് വരുമ്പോൾ CPMനാണ് ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉറപ്പാണ്. കാരണം CPM 35 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ 45 സീറ്റാണ് UDF നേടിയത്.
നേതാക്കളിൽ 21 കോൺഗ്രസ്. അന്ന് ഈ 5 വർഷത്തിൻ്റെ അവസാന നിമിഷവും വരെയും ഇന്നലെ വരെയും CPM നേതാക്കൾ ഈ 21 എന്ന LDF കോൺഗ്രസിൻ്റെ 21 എങ്ങനെ അവർ 100ലേക്ക് കടക്കുന്നു പരിഹസിച്ച് കൊണ്ടിരുന്ന അതേ CPM നേതാക്കളാണ് ഇന്ന് മൊത്തത്തിൽ ഇടതുമുന്നണി ഒരു 35ലേക്ക് വരുമ്പോൾ CPM എത്രയാണ്, CPI എത്ര, അതിൽ ഒരുവിധം ഒരു ആശ്വാസം, തമ്മിൽ ഭേദം എന്നൊക്കെ പറയേണ്ടത് CPI തന്നെയാണ്. കാരണം CPI 27 മത്സരിച്ച് അവർ തന്നെയാണ് ഒരുവിധം ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 12 മത്സരിച്ചാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ പിക്ചറിൽ പോലും ഇല്ല. CPMന്റെ കൃത്യമായി CPM എവിടെയൊക്കെ ജയിച്ചവരിൽ നേടിയ ഭൂരിപക്ഷം അതിൽ തകർന്നടിഞ്ഞ് കടപുഴകി വീണ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് വീണ കരുത്തന്മാരുടെയൊക്കെ കണക്കുകൾ എടുക്കുമ്പോഴാണ് അത് ഒരിക്കലും 1-2 ദിവസം കൊണ്ടൊന്നും തന്നെ CPMൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർക്ക് വിശദീകരിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. എല്ലാ അർത്ഥത്തിലും CPM പുനഃപരിശോധിക്കേണ്ട, കൂലങ്കഷമായി ചിന്തിക്കേണ്ട, ഇനി എന്താണ് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഘടകകക്ഷികളെ ഇനി എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത്. ഇനി അവർക്ക് ശക്തമായ പ്രതിപക്ഷമായവരുണ്ടാകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ശക്തമായ പ്രതിപക്ഷമായി വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തെ നയിക്കാൻ ഇനി ആരാകും? ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത അത് വളരെ വിരളമായൊരു സാധ്യത തന്നെയാണുള്ളത്. അതിനപ്പുറത്തേക്ക് ജയിച്ച് നമ്മൾ പ്രതീക്ഷിച്ച മന്ത്രിമാരൊക്കെ KN ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലുമൊക്കെ KN ബാലഗോപാൽ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ തന്നെ വളരെ നേരിയ ഭൂരിപക്ഷമാണ്. എങ്കിൽ പോലും അദ്ദേഹമായിരിക്കുമോ പ്രതിപക്ഷത്തെ നയിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് UDF ഉണ്ടായിരിക്കുന്ന ഒരു ടീം UDFന്റെ വിജയം 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് അവർ നേടിയ ആ സമരമാർഗ്ഗങ്ങൾ അവർ എങ്ങനെ നയിച്ചിരുന്നു, സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഴിമതിയെ, സർക്കാരിൻ്റെ വീഴ്ചകളെ അവർ അക്കമിട്ട് നിരത്തിയതൊക്കെ തന്നെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ 5 വർഷത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ ഒരു മികച്ച വിജയം. കാരണം ഈ ഒരു വിജയത്തിൻ്റെ ഉത്തരവാദിത്വം VD സതീശനിൽ മാത്രം കോൺഗ്രസ് ഏറ്റെടുക്കാൻ അവർ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വിജയമായി തന്നെയാണ് ഏറെക്കുറെ UDFന്റെ വിജയത്തെ വിലയിരുത്തുന്നു. കാരണം ആ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നമുക്കറിയാം UDF പ്രതിപക്ഷം നേരിട്ട അത് ഉപതെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഒരിടത്തു പോലും UDFന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDFലെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരു തരംഗത്തിൽ എങ്ങനെയാണോ, അതായത് 2021 തരംഗത്തിൽ എങ്ങനെയാണോ LDF കരകയറി LDF ഒരു വമ്പൻ വിജയത്തിലേക്കൊക്കെ മാറിയത്, അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇപ്പോൾ UDFലെ ഓരോ സ്ഥാനാർത്ഥികളും. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പേരാമ്പ്രയിൽ ഈ ഫാത്തിമ തഹ്ലിയ ജയിച്ചതെന്ന് പറയുന്നത് LDF കൺവീനറായ TP രാമകൃഷ്ണനെയാണ് കടപുഴക്കി എറിഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിൽ വളരെ ജൂനിയറായ വളരെ താരതമ്യേന യുവ നേതാക്കളാണ് പലരും പല സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുമ്പോഴൊക്കെ തന്നെയും വളരെ ജൂനിയറായി. ഈ ധർമ്മടത്ത് പിണറായി വിജയനെ പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത്, അദ്ദേഹത്തിനോടൊപ്പം നിന്നത് സ്ഥാനാർത്ഥി പോലും ഏത് രീതിയിലുള്ള സ്ഥാനാർത്ഥിയാണെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാ അർത്ഥത്തിൽ പോലും CPMനെ അടപടലം പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ CPMനെ ഏറ്റവും അമ്പ രീതിയിൽ പരാജയപ്പെടുത്താനായി UDFന്റെ ഓരോ സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് UDFന് ഒരു പക്ഷേ ഈ UDF നേതാക്കൾ പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ നേട്ടമാണ്. നേമത്തും ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും താമര വിരിഞ്ഞു. BJPയുടെ ഒരു നേട്ടം എടുത്തു പറയേണ്ടതാണ്. അതായത് സംസ്ഥാനത്ത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP. ഉറപ്പായും അതന്നെയാണ് 2026 മറ്റൊരു നേട്ടം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 3 ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ രീതിയിൽ. കാരണം ഈ എക്സിറ്റ് പോളുകളൊക്കെ 10ഉം 11ഉം ഒക്കെ പറഞ്ഞപ്പോൾ പോലും ഏറ്റവും അവസാന മണിക്കൂറുകൾ അവർ തന്നെ വ്യക്തിപരമായി പറയുന്നത് നിയമം ഉറപ്പായും കിട്ടും, ഒരു സീറ്റ് എന്ന രീതിയിൽ തന്നെ. കഴക്കൂട്ടം പോലും അവസാന നിമിഷങ്ങൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉറച്ച പ്രതീക്ഷ നിയമം മാത്രമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ 3 നിയമവും കഴക്കൂട്ടം ചാത്തന്നൂർ. അതിൽ ആദ്യ വിജയം ചാത്തന്നൂരാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം ചാത്തന്നൂർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു ചാത്തന്നൂർ BJPയെ സംബന്ധിച്ച്. പക്ഷേ ഇത്തവണ 2026 ചാത്തന്നൂരിൽ റീഓപ്പൺ വീണ്ടും ആദ്യം അക്കൗണ്ട് തുറക്കുന്നത് ചാത്തന്നൂർ തന്നെ ആയിരിക്കുമെന്ന് ഒരു കണക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായി അത് തന്നെ സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് പാർട്ടിയെ നയിച്ച മുന്നണിയെ നയിച്ച നേതാവായ രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമമെന്ന് പറയുന്നത് BJPയുടെ ഉറച്ച കോട്ട തന്നെയാണ്. ഒരിക്കൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം തന്നെയാണ്. അവിടെ വീണ്ടും വളരെ ശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നത്. ഭൂരിപക്ഷം വളരെ കുറവാണെങ്കിൽ പോലും അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരുന്നു എന്ന്
പറയുമ്പോൾ NDA സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് BJP സംബന്ധിച്ച് അതൊരു ചരിത്ര നേട്ടമാണ്, ഒരു മുന്നേറ്റമാണ്. ഇനി അവർക്ക് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകേണ്ടി വരില്ല എന്നൊരു സൂചനയാണ്. അതിൽ വ്യക്തമായൊരു തെളിവായി തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം. അതിനപ്പുറത്തേക്ക് ഫോട്ടോ ഫിനിഷിലൂടെ 430 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചിരിക്കുന്നത് മറ്റൊരു കരുത്തനാണ്. അത് V. മുരളീധരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രിയായ V. മുരളീധരൻ. ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കരുത്തരായ പാർട്ടിയും മുന്നണിയും കേരള രാഷ്ട്രീയത്തിൽ നയിക്കാൻ കരുത്തരായ V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും നിയമസഭയിൽ എത്തുമ്പോൾ അത് BJPക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന ഊർജ്ജവും കരുത്തും എന്ന് പറയുന്നത് വളരെയേറെ തന്നെയാണ്. ഇനി നിയമസഭ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടു ശീലിച്ച പതിവ് ശീലികൾക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ O. രാജഗോപാൽ 2016 നിയമസഭയിൽ BJP പ്രതിനിധിയായി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സമര പ്രതിഷേധ മാർഗങ്ങളൊക്കെ ആയിരിക്കും. അന്ന് 2016 ഒരിക്കൽ പോലും BJPയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ നിയമസഭയിൽ നമ്മളൊരു പ്രതിഷേധം കണ്ടിരുന്നില്ല. എന്നാൽ ഇനിയുള്ള നിയമസഭ അങ്ങനെ ആയിരിക്കില്ല. കാരണം അവിടെ എത്തി നിൽക്കുന്നത്, അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ നിയമസഭയിൽ വരുന്നു, MLA ആയി V. മുരളീധരൻ വരുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ നിയമസഭയിൽ കാണാൻ പോകുന്നത് പോലും ഇടത് വലത് എന്നതിനപ്പുറത്തേക്ക് NDAയുടെ ഒരു സമര പ്രതിഷേധ രീതിയും കൂടി നമ്മൾ ഇനി നിയമസഭയിൽ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ 2026 എല്ലാ അർത്ഥത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പതിവ് രീതികളെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ശരി, കേരളത്തിൽ 25 വർഷത്തിന് ശേഷമാണ് UDFന് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ്. ഒപ്പം തന്നെ അൺഫിൽഡ് സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ നിയമസഭയിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും, ഒരാൾ നിലവിലെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരാൾ മുൻ അധ്യക്ഷനാണ്, കൂടാതെ മറ്റൊരാളുമൊക്കെ ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മധ്യകേരളത്തിൽ നിന്ന് KK പ്രശാന്തും ചേരുന്നുണ്ട്. പ്രശാന്ത്, കേരളത്തിൽ UDF തരംഗം എന്ന് പറയുമ്പോൾ സെഞ്ചുറി അടിച്ചാണ് തിരിച്ചുവരവ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, പത്തനംതിട്ടയിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം കിട്ടി. അങ്ങനെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് UDFന്റെ മധ്യകേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ UDF കണക്ക് വെച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഇതിന് കുറച്ച് പിന്നോട്ട് പോയാൽ, അതായത് VD സതീശൻ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിനു മുൻപ് തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ജില്ലാ പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി ഇത്തവണ പിടിക്കും. അതായത് പകുതിയിലധികം ജില്ലാ പഞ്ചായത്തുകളിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കണക്കിലേക്ക് തന്നെ കാര്യങ്ങളെത്തി. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് 100-ലധികം സീറ്റിലേക്ക് കാര്യങ്ങൾ വരും, അതായത് സംസ്ഥാനത്തെ ഭരണത്തിലേക്ക് UDF തിരിച്ചു വരുന്നു, ടീം UDF ആയി നിലനിൽക്കുമെന്ന് പറഞ്ഞത്. അതിലേറ്റവും നിർണായകമാകുക, അതായത് നമ്മളോട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നിർണായകമാകുക മധ്യകേരളം തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFനെ കൈവിട്ട് LDFനോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം മധ്യകേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം കൃത്യമായ ഒരു ഭൂരിപക്ഷം കിട്ടിയിരുന്ന എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലത്ത് 5 സീറ്റാണ് കഴിഞ്ഞ തവണ LDF നേടിയത്. പക്ഷേ ഇത്തവണ അവിടെ തൂത്തുവാരുകയാണ് UDF എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു കണക്ക് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരുന്നു. അതിലൊരുപക്ഷെ പാർട്ടി നേതൃത്വം, അതായത് സാധാരണ അണികളോ ഈ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് 2 സീറ്റ് എന്ന നിലയിലാണ്, അതായത് തൃപ്പൂണിത്തറയും അതുപോലെ തന്നെ വൈപ്പിനും ജയിക്കുന്നതിന്റെ കണക്ക് മാത്രമാണ് കൊടുത്തത്. അപ്പോഴും ഭരണ തുടർച്ച എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സ്ഥലത്തും, അതായത് വൈപ്പിൻ എന്ന് പറയുന്ന CPMന്റെ കുത്തക മണ്ഡലമാണ്, ആ മണ്ഡലം വരെ കടപുഴകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എറണാകുളം ജില്ലയിലെ അവസ്ഥ. മറുവശത്ത് അതിനപ്പുറത്തേക്ക് കോട്ടയത്തേക്ക് പോയാൽ അവിടെ കേരള കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന് പോലും LDFനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ പറയുന്നത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായെന്നൊക്കെ ഒരു കണ്ടെത്തലൊക്കെ ഇനി LDFന്റെ ഭാഗത്ത് ഉണ്ടായേക്കാം. അങ്ങനെ ഏകീകരണം ഉണ്ടായാൽ ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തോട് എപ്പോഴും നിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അവരെ ക്രൈസ്തവർ സഹായിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ അത്തരം വാദപ്രതിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വാദഗതികൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന് ഇടുക്കിയിലേക്ക് പോയാൽ സമാനമായിരിക്കണം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് ME ജയരാജനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിഹരിക്കും. അത് തളിപ്പറമ്പ് അടക്കമുള്ള മണ്ഡലങ്ങളിലെ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും MM മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മാറി നിന്നത് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഇടതുപക്ഷ വോട്ടുകളെ കാര്യമായി സ്വാധീനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ G. സുധാകരൻ എങ്ങനെ ജയിക്കുമെന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ G. സുധാകരൻ നേടിയ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്.
അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആലപ്പുഴ ജില്ലയിൽ 4 സീറ്റിൽ വിജയിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്തൊരു കണക്ക്. അതിൽ തന്നെ അമ്പലപ്പുഴ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഉണ്ടായിരുന്നത് ആലപ്പുഴയായിരുന്നു. ആ സമയത്ത് ആലപ്പുഴയിൽ ആത്മവിശ്വാസം കാണിച്ച ആളുകളോട് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. PP ചിത്തരഞ്ജനെ ആലപ്പുഴയിൽ സഹായിച്ചിരുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇത്തവണ എഡി തോമസിലേക്ക് എത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ അപ്പുറത്തേക്ക് ചില ധാർഷ്ട്യ നിലപാടുകൾ കൂടി തിരിച്ചടിയായിട്ടുണ്ട്. കാരണം അവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ നവകേരള ബസ്സിന് സമീപത്തേക്ക് കരിങ്കൊടിയുമായി വന്ന പ്രവർത്തകരെ പോലീസ് നേരിടുന്നു, CIT-കാർ നേരിടുന്നു, DYFI-കാർ നേരിടുന്നു. അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ചർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതെല്ലാം തന്നെ മധ്യകേരളത്തിലെ ജില്ലകളിൽ അലയടിച്ചു. പക്ഷേ അപ്പോഴും തൃശ്ശൂരും പാലക്കാടും ഇടതുപക്ഷത്തെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ഈ തകർച്ചയിൽ വലിയ തകർച്ച എന്ന നിലയിലേക്ക് മാറുമ്പോഴും ഈ താരതമ്യേനെങ്കിലും നിലനിൽക്കാൻ കഴിഞ്ഞത് ഈ ജില്ലകളാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഭൂരിപക്ഷം ഏത് തരത്തിലാണ് താഴേക്ക് പോയത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോഴും ഈ പറയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ചില മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 2020 ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം കുന്നത്തുനാടിൽ വിജയപ്രതീക്ഷ. എല്ലാ സീറ്റുകളിലും വിജയിക്കും എന്ന് പറയുമ്പോഴും അവർ പ്രധാനമായും സബൂം ജേക്കബ് അടക്കം പറഞ്ഞത് കുന്നത്തുനാട്, തൃപ്പൂണിത്തുറയൊക്കെ ഉറപ്പാണ് എന്നുള്ളതാണ്. തൃക്കാക്കര അഖിൽമാരാർ പറഞ്ഞ വാദഗതികളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അവിടെയൊന്നും ഗതി പിടിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ കുന്നത്തുനാട്ടിലേക്ക് വരുമ്പോൾ, അതായത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു രാഷ്ട്രീയ നീക്കം കൂടി അടുത്ത് നടന്നിട്ടുണ്ട്. അതായത് 2020 BJP NDAയുടെ ഭാഗമായി മാറിയപ്പോൾ 2020 ഉണ്ടായിരുന്ന BJP വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഒരു വിഭാഗം വളരെ കൃത്യമായി കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് കൂടി നമുക്ക് ആ കണക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷം, നല്ല വോട്ട് 2020 കുന്നത്തുനാട്ടിൽ നേടിയതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. പക്ഷേ അത് കണക്കാക്കുമ്പോൾ ഏകദേശം 2020യുടെയും BJPയുടെ വോട്ടുകൾ കൂട്ടിയാൽ 47,000-ന് മുകളിലേക്ക് വോട്ട് വരേണ്ടതാണ്. പക്ഷെ അവിടെ 40,000-നോ അധികം ആ വോട്ടിന് അടുത്തേക്ക് മാത്രമാണ് 2020യുടെ വോട്ട് കുന്നത്തുനാട്ടിൽ വരുന്നത്. അതായത് നല്ല വോട്ട് ഷിഫ്റ്റിംഗ് 2020യുടെ വോട്ടിൽ നിന്ന് UDF-ലേക്ക് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 2020ക്ക് മാത്രമായി വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷേ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അടിയൊഴുക്ക് കൂടി പല മണ്ഡലങ്ങളുണ്ട്. അതിൽ പിടിച്ചു നിന്നത് ഒരുപക്ഷേ തൃപ്പൂണിത്തുറ അഞ്ജലി നാരായണൻ എന്ന് പറയുന്ന ഒരു, ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഷിഫ്റ്റിംഗ് കാണാൻ ഏറെക്കുറെ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാന റൗണ്ട് എത്തിയാൽ, അല്ലെങ്കിൽ അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വന്നാലാണ് നമുക്ക് അവസാന വട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്താൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ തൃപ്പൂണിത്തുറ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ അത്തരം ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും UDF-ന്റെ ഭാഗമായി നിന്ന ഘടകകക്ഷികൾ വലിയ നേട്ടം മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മറുപക്ഷത്ത് LDF-ന്റെ ഭാഗമായി നിന്നവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. കേരള കോൺഗ്രസിലെ തർക്കമൊക്കെ നമ്മൾ പ്രശാന്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് പ്രശാന്ത് പോയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു കാലത്ത് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലെ ഒക്കെ രാഷ്ട്രീയം നിയന്ത്രിച്ചവരായിരുന്നു ഈ കേരള കോൺഗ്രസ് എം. പക്ഷേ മത്സരിച്ച ഒരു സീറ്റിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു ഭാഗത്ത് ജോസഫ് ഗ്രൂപ്പ് വലിയ നേട്ടം കൈവരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവി പോലും പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. അമ്പിളി, അതിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, അതായത് സ്ഥാനാർത്ഥി സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്ന സമയത്ത് കേരള കോൺഗ്രസിനൊരു ഭിന്നതയുണ്ടാകുന്നു. അത് കേരള കോൺഗ്രസ് ജോസഫ് അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട തർക്കം വരുന്നു. അതായത് ജോസ് കെ മാണിയെ അനുകൂലിക്കുന്ന വിഭാഗവും UDF-ന് ഒരു ചർച്ച നടത്തിയായി ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ അപ്പോഴും റോഷി അഗസ്റ്റിന് അത് തള്ളുന്നു. ജോസ് കെ മാണിയെ മത്സരിക്കാനായി ഇറക്കുന്നു. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു പക്ഷേ UDF-ന്റെ ഭാഗത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ആ പാർട്ടിക്കുള്ളിലുള്ള ഒരു നേതൃത്വം അടക്കം പറഞ്ഞൊരു സമയത്താണ് ഇപ്പോൾ ആ സാഹചര്യമില്ല, മുന്നണി മാറ്റമില്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഒക്കെ തന്നെ ജോസ് കെ മാണിയൊക്കെ തന്നെ വരുന്നത്. ഇതോടുകൂടി തന്നെ വലിയ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് അവിടെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇനി അവരുടെ ഒരു ഭാവി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അതിൽ എത്രത്തോളം സാധാരണ പ്രവർത്തകർ, നേതാക്കൾ നിലനിൽക്കും. അതായത് ജോസ് കെ മാണിയോ അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകളൊന്നുമല്ല, അതിന് താഴത്തേക്കൊക്കെ ആളുകളും ജില്ലാ നേതൃത്വവും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഏത് തരത്തിൽ നിലകൊള്ളും എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ജില്ലാ നേതൃത്വങ്ങൾ നേരത്തെ തന്നെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്.
അതേ സമയത്ത് തന്നെ ജോസഫ് വിഭാഗത്തെ നോക്കൂ. അതായത് മാണിയുടെ KM മാണിയുടെ ഒരു പിന്തുടർച്ചാ അവകാശിയായി വന്ന രാഷ്ട്രീയത്തിൽ അതിന്റെ ഒരു ബലം കൊണ്ട് മാത്രം രാഷ്ട്രീയ നേതാവായി വരികയും അത് വലിയ തരത്തിൽ പടർന്നു വന്നിരിക്കുമെന്നൊക്കെ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അപ്പുറത്ത് അബു ജോസഫ് എന്നൊരു നേതാവ് ഉയർന്നു വരുന്നു. അത് PJ ജോസഫിന് ശേഷം അബു ജോസഫ് അതിന്റെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അച്ഛന് പകരം മത്സരിക്കുന്നു. ഏറ്റവും നിർണായകമായ മത്സരത്തിൽ, ഏറ്റവും സുപ്രധാനമായി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു മത്സരത്തിൽ അവിടെ വിജയിക്കുന്നു. അവിടെ ആ സ്ഥാനാർത്ഥി മാത്രമല്ല വിജയിക്കുന്നത്, ജോസഫ് വിഭാഗം വലിയ നേട്ടമുണ്ടാക്കുന്നു. മറ്റൊന്ന് അനൂപ് ജേക്കബാണ്. നമുക്കറിയാം എറണാകുളത്ത് പിറവത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ജേക്കബ് വിഭാഗത്തിന്റെ ഒരു സാന്നിധ്യം കുറെ കാലമായി ഉള്ളത്. പക്ഷേ അവിടെ ഒരു ഘട്ടത്തിൽ CPM വലിയ വെല്ലുവിളി ഉയർത്തിയൊരു മണ്ഡലമാണ്. ഒരുപക്ഷെ അവിടെ പിന്നീട് തിരിച്ചു മത്സരിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും അവിടെ വലിയ ആധിപത്യം അവിടെ അനൂപ് ജേക്കബ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അപ്രമാദിത്യം കൈവിട്ടു പോകുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. മധ്യ കേരളത്തിലും UDF വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇനി ഏറ്റവും പ്രധാനം മധ്യ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മധ്യ കേരളത്തിൽ നിന്ന് KK പ്രശാന്ത്. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രേഷ്മയാണ് ചേരുന്നത്. രേഷ്മ, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറവും അതുപോലെ തന്നെ വയനാടുമായിരുന്നു. പക്ഷേ LDFന്റെ പല കോട്ടകളിലേക്കും UDF കടന്നു കയറി. ലീഗ് 2021 മികച്ച നേട്ടമാണ് ഇത്തവണ. ഒപ്പം തന്നെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ MLA കൂടിയുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അമ്പിളി, വടക്കൻ കേരളത്തിൽ തീർത്തും നമ്മളെ UDF തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ഫാത്തിമ തഹ്ലിയാണ് ലീഗിലെ MLA ആയി വരുന്ന വനിതാ MLA ആയി വരുന്നത്. പേരാമ്പ്രയിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടായ വിഷയത്തിൽ ഉൾപ്പെടെ തഹ്ലിയയ്ക്ക് അത് അനുകൂലമായി തീർന്നിരിക്കുകയാണ്. LDF സൃഷ്ടിച്ച വിവാദങ്ങളാണ് തഹ്ലിയയ്ക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നത്. LDF തന്നെ നമ്മുടെ LDF കൺവീനറായ TP രാമകൃഷ്ണനെയാണ് തഹ്ലിയ ഇവിടെ മുട്ടുകുത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ നമ്മോട് പറഞ്ഞിരുന്നത് TP രാമകൃഷ്ണൻ പറഞ്ഞിരുന്നതും പ്രതികരിച്ചിരുന്നതും വിവാദങ്ങളൊന്നും ഏശില്ലെന്നും വൻ വിജയത്തോടെ LDF മുന്നേറുമെന്നായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ TP രാമകൃഷ്ണന്റെ എല്ലാ കോൺഫിഡൻസും പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പ്രതികരിക്കാൻ പിന്നീട് തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും ജനവിധിയോട് ഞങ്ങൾ യോജിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതേപോലെ നമുക്ക് നോക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ LDFന്റെ സീറ്റുകൾ നോക്കുമ്പോൾ 29 സീറ്റിൽ ബേപ്പൂരിൽ മാത്രമാണ് ഇവർക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. ബേപ്പൂരിൽ തന്നെ 28,000 മുകളിൽ ഭൂരിപക്ഷം നേടിയിരുന്ന റിയാസിന്റെ ഭൂരിപക്ഷം 10 താഴേക്ക് കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. റിയാസിന് പോലും വിചാരിക്കാത്ത തരത്തിലായിരുന്നു ഈ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നായിരുന്നു റിയാസ് ആദ്യഘട്ടത്തിൽ മുതൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെയും UDFന്റെ മുന്നേറ്റം ഉണ്ടായി. എങ്കിൽ പോലും അൻവർ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ് ഉണ്ടായത്. അതേസമയം നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തോറ്റ പ്രമുഖരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് LDFന് വൻ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിയായിരുന്ന NCPയുടെ തർക്കം മൂലം തന്നെ എലത്തൂരിൽ തർക്കത്തെ തുടർന്ന് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെ നേതാവായ വിദ്യാ ബാലകൃഷ്ണൻ ഇവിടെ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ, ലിൻഡോ ജോസഫ്, അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരാണ് പരാജയപ്പെട്ട പ്രമുഖർ. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് കടക്കുമ്പോൾ അറിയാം, ധർമ്മടത്ത് പിണറായി വിജയനാണ് ആദ്യഘട്ടം മുതൽ തന്നെ വിറച്ചത്. UDFലെ അബ്ദുൾ റഷീദ് പിണറായിനെ 6 റൗണ്ട് വരെ അബ്ദുൾ റഷീദ് ആയിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത്. അതിനുശേഷം മാത്രമാണ് പിണറായിക്ക് മുന്നേറാൻ കഴിഞ്ഞിരുന്നത്. ഇത് LDF ക്യാമ്പുകളിൽ വൻ നിരാശയായിരുന്നു സമ്മാനിച്ചിരുന്നത്. പിണറായിസത്തിനേറ്റ പ്രഹരം എന്ന തരത്തിലായിരുന്നു ഇത് ജനങ്ങളും വിലയിരുത്തിയിരുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണാം
കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതർ വിജയിച്ചു കയറിയതാണ് CPM-നേറ്റ മറ്റൊരു തിരിച്ചടി. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറി. ഒപ്പം തന്നെ പേരാവിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന KK ശൈലജയും തോറ്റു. സണ്ണി ജോസഫ് വിജയിച്ചു കയറിയിരുന്നു. ആദ്യഘട്ടം മുതൽ എക്സിറ്റ് പോളിൽ ഉൾപ്പെടെ ശൈലജയുടെ പരാജയം പ്രവചിച്ചിരുന്നു. എങ്കിൽ പോലും ആദ്യ റൗണ്ടുകളിൽ ഉൾപ്പെടെ ശൈലജ മുന്നേറിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പിന്നീട് സണ്ണി ജോസഫ് ആയിരുന്നു മുന്നേറിയിരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒപ്പം കാസർഗോഡ് എത്തുമ്പോൾ കാസർഗോഡ് BJP ആദ്യ സമയം മഞ്ചേശ്വരത്ത് ലീഡ് നിലനിർത്തിയിരുന്നു. പിന്നീട് ഇത് തൊട്ട് പിന്നാലെ തന്നെ ഇത് കുറയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ BJPക്ക് നിരാശ ഏറ്റിരുന്നത്. ഒപ്പം തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നേറുകയും വിജയിക്കുകയും ചെയ്തു. ഇത് UDFന് നല്ല ആത്മവിശ്വാസമായിരുന്നു നൽകിയിരുന്നത്. മലബാർ മൊത്തം എടുത്താൽ തന്നെ LDF പ്രതീക്ഷിച്ച ഒരു സീറ്റും ലഭിച്ചില്ല എന്നത് തന്നെ കനത്ത പ്രഹരമായി മാറുകയായിരുന്നു. നമ്മൾ റിയാസ് ഉൾപ്പെടെ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് മൂന്നാം പിണറായി സർക്കാർ വരുമെന്നായിരുന്നു. എങ്കിൽ പോലും UDF ക്യാമ്പുകളിൽ ഇവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളായിരുന്നു. ഈ 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളും UDF സ്വന്തമാക്കി 13 നേടുമെന്നായിരുന്നു ആദ്യഘട്ടം മുതൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ ജനങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ഒരു മണ്ഡലം മാത്രമാണ് കൈവിട്ടിരിക്കുന്നത്. ഈ ഒരു 13 മണ്ഡലം തങ്ങൾക്ക് കയ്യിൽ കരുതാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് വോട്ടെണ്ണലിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രവീൺ കുമാർ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത്. അതേസമയം ലീഗ് നേതാക്കളും ഉൾപ്പെടെ ഈ ഒരു വിജയം മുന്നിൽ തങ്ങൾ നേരത്തെ കണ്ടിരുന്നു എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. MK മുനീർ ഇതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് തങ്ങൾ ഈ വിജയം പ്രതീക്ഷിച്ചതാണ്. ബേപ്പൂരിൽ പക്ഷേ ഒരു അട്ടിമറി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നുവെന്നും ബേപ്പൂരിലെ പരാജയത്തിന്റെ കാരണം തിരക്കുമെന്നാണ് MK മുനീർ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. ആകെ മൊത്തം മലബാറിൽ UDF തരംഗം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അമ്പിളി അങ്ങനെ സംസ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗം ആഞ്ഞടിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. CPM-ന് ഭരണം നഷ്ടപ്പെടുമ്പോൾ 50 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും CPM ഭരിക്കാത്ത എവിടെയും CPM-ന് ഭരണമില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് MC ബോബനും ചേരുന്നുണ്ട്. ബോബൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി ജില്ല. അവിടെ പറയുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ തോൽവി ഒരു വമ്പൻ തോൽവിയാണ്. എങ്ങനെയാണ് വോട്ടെണ്ണിയപ്പോൾ ഇടുക്കിയിൽ സംഭവിച്ചത്? അമ്പിളി, ഇടുക്കി ജില്ലയിൽ 35 വർഷം മുമ്പത്തെ ചരിത്രം ആവർത്തിക്കുകയാണ് UDF. ഇതിനു മുമ്പ് 1991 UDFന് ഇടുക്കിയിൽ 5 സീറ്റുകളും നേടാൻ കഴിഞ്ഞത്. ആ ചരിത്രം ഇപ്പോൾ 35 വർഷത്തിന് ശേഷം ആവർത്തിക്കുന്നു. ഇടുക്കിയിലെ 5 സീറ്റും UDF നേടിയിരിക്കുന്നു. ഈ 5 സീറ്റുകൾ UDF വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത. ഇതിൽ ദേവികുളം ഒഴികെ 4 നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം 20,000-ന് മുകളിലാണ്. തൊടുപുഴയിൽ PJ ജോസഫിന്റെ പിൻഗാമിയായി വന്ന അപ്പു ജോൺ ജോസഫ് 44,000-ഓളം വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അങ്ങനെ വമ്പൻ വിജയം, ഒരുപക്ഷെ UDF ക്യാമ്പുകൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് ഇത്തവണ UDFന് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇടുക്കി നിയോജക മണ്ഡലത്തിലെ റോഷി അഗസ്റ്റിന്റെ പരാജയം തന്നെയാണ്. ഈ എക്സിറ്റ് പോളുകളും മറ്റും റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും LDF ക്യാമ്പും റോഷി അഗസ്റ്റിനും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തെ തന്റെ പരിചയ സമ്പത്ത് മുതൽക്കൂട്ടാകും. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ഇടതു നേതാക്കളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് 35 വർഷത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ ഇതിനു മുമ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. റോഷി അഗസ്റ്റിന്റെ പരാജയം വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കും. കാരണം UDFിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നതിനുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഇതിന് തടയിട്ടതും കേരള കോൺഗ്രസിനെ LDFിൽ പിടിച്ചു നിർത്തിയതും റോഷി അഗസ്റ്റിനാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് പൂജ്യമായി മാറിയിരിക്കുന്നു. അതോടുകൂടി തന്നെ റോഷി അഗസ്റ്റിന്റെ കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ദേവികുളത്താണെങ്കിലും 20 വർഷത്തിന് ശേഷമാണ് ദേവികുളം നിയോജക മണ്ഡലം ഇപ്പോൾ UDF പക്ഷത്തേക്ക് എത്തുന്നത്. പീരുമേട്ടിലും 20 വർഷത്തിന് ശേഷം, അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ 25 വർഷത്തിന് ശേഷം ആണ് ഈ വിജയം UDFന് നേടാൻ കഴിയുന്നത്. ഉടുമ്പൻചോലയിലെ വിജയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം MM മണിയെ മാറ്റി നിർത്തി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രനെ കളത്തിലിറക്കിയാണ് ഇത്തവണ LDF മത്സരിച്ചത്. KK ജയചന്ദ്രൻ മുമ്പ് 3 വട്ടം ഉടുമ്പൻചോലയിൽ നിന്ന് MLA ആയി വിജയിക്കുകയും ചെയ്തയാളാണ്. എന്നാൽ 20
70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ സേനാപതി വേണു ഇവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ നിലനിൽപ്പ് വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഭൂവിഷയങ്ങളിലടക്കം വലിയ ജനരോഷം ഈ സർക്കാരിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും ഉണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി തന്നെയാണ് ഈ പരാജയത്തെ LDF വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ UDF വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഇനിയും UDF-ൽ നിന്നും ഇടതുപക്ഷത്തിന് ഇടുക്കി പിടിച്ചെടുക്കാൻ ഏതെങ്കിലും കാലത്ത് കഴിയുമോ എന്ന ഒരു വലിയ ചോദ്യവും ആശങ്കയും LDF ക്യാമ്പുകളിലുണ്ട്. അമ്പിളി. ശരി, ഇടുക്കി ജില്ലയും UDF-നൊപ്പം നിന്നു. ബോബൻ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തന്നെ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി ജില്ല. ഇടുക്കിയിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MC ബോബൻ. ഇനി അനഘ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അനഘ, വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ 3ഉം UDF-നൊപ്പം നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് വയനാട്ടിൽ നിന്നുള്ളത്? തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് 2 ടേമുകളായി OR കേളു ആണ് ഈ മാനന്തവാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചിരുന്നത്. OR കേളുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉഷ വിജയൻ എന്ന മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത്. OR കേളുവിന് ഉഷ വിജയന് 77,425 വോട്ടുകളാണ് ലഭിച്ചത്. OR കേളുവിന് 66,882 വോട്ടുകൾ ലഭിച്ചു. കൃത്യമായി പറയുകയാണെങ്കിൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉഷ വിജയന് ഇന്ന് ലഭിച്ചത്. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു വോട്ടിന്റെ ലീഡ് തന്നെ ഉഷ വിജയൻ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള OR കേളുവിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ടേമുകളിലും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള PK ജയലക്ഷ്മിയെ ആയിരുന്നു OR കേളു പരാജയപ്പെടുത്തിയത്. ഏതായാലും ഇതൊരു അട്ടിമറി വിജയം തന്നെയാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് കൽപ്പറ്റയിലേക്ക് വരികയാണെങ്കിൽ കൽപ്പറ്റ MLA ആയിട്ടുള്ള T സിദ്ദിഖ് തന്നെ നിലവിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 45,031 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് T സിദ്ദിഖ് തുടർച്ചയായി 2ാം വർഷവും കൽപ്പറ്റയെ പ്രതിനിധീകരിക്കുന്നത്. ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ PK അനിൽകുമാറിന് 52,348 വോട്ടുകൾ ലഭിച്ചപ്പോൾ 97,379 വോട്ടുകളാണ് അഡ്വക്കേറ്റ് T സിദ്ദിഖിന് ലഭിച്ചത്. നമുക്കറിയാം, വയനാടിനെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നടുക്കിയ വലിയ ഒരു ഉരുൾപൊട്ടൽ നടന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. വയനാട്ടിൽ ഈ കൽപ്പറ്റ നിയോജക മണ്ഡലം ഉൾപ്പെടുന്നതാണ് ഈ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം തന്നെ 45,000-ലധികം തന്നെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലവിൽ T സിദ്ദിഖ് തുടർച്ചയായി 2ാം വട്ടവും കൽപ്പറ്റയെ പ്രതിനിധീകരിച്ച് ഇനി നിയമസഭയിലേക്ക് എത്തുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോൾ നിലവിലെ MLA കൂടിയായിട്ടുള്ള മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ തന്നെയാണ് തുടർച്ചയായിട്ടുള്ള 4ാം വർഷവും ഈ ബത്തേരി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. IC ബാലകൃഷ്ണൻ 16,597 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MS വിശ്വനാഥന് 62,339 വോട്ടുകൾ ലഭിച്ചപ്പോൾ IC ബാലകൃഷ്ണന് 78,936 വോട്ടുകളാണ് ലഭിച്ചത്. ഏതായാലും നിലവിൽ UDF-ന് വയനാട് ജില്ലയിൽ തന്നെ 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി 2 ടേമുകളിലായി മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDF-ന് വിജയിക്കുവാൻ വേണ്ടി സാധിച്ചത്. നിലവിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള OR കേളുവിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ ഒരു വിജയത്തിലേക്ക് ഉഷ വിജയൻ എത്തിയിരിക്കുന്നു. നിലവിൽ IC ബാലകൃഷ്ണൻ തുടർച്ചയായി 4ാം വർഷവും സുൽത്താൻ ബത്തേരിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തും. നിലവിലെ കൽപ്പറ്റ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് T സിദ്ദിഖ് തുടർച്ചയായി 2ാം വർഷവും UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ 3 സ്ഥാനാർത്ഥികൾക്കും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. T സിദ്ദിഖിന് മാത്രം 45,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് T സിദ്ദിഖും വിജയിച്ചിരിക്കുന്നത്. ശരി, ഇത്തവണ വയനാടിൽ 3 മണ്ഡലവും UDF-നൊപ്പം നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP. തൃണമൂൽ കോൺഗ്രസിനെ തകർത്ത് ആദ്യമായി ഭരണം പിടിച്ചെടുത്തു. അസമിൽ ഭരണ തുടർച്ചയാണ് BJPക്ക്. ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വലിയ അഭിമാന പോരാട്ടമായിരുന്നു പശ്ചിമ ബംഗാളിൽ. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസും മമതയും എല്ലാം പതറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. BJPക്ക് ഒരു വ്യക്തമായ മേൽക്കൈ വോട്ടെണ്ണലിന്റെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു.
ഇപ്പോൾ BJP ആസ്ഥാനത്തുള്ള സന്തോഷ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, പശ്ചിമബംഗാളിൽ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP, ഒപ്പം തന്നെ മമതയ്ക്ക് വീഴ്ചയും. തീർച്ചയായും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് പുതിയ ചരിത്രമാണ് BJP കുറിച്ചിട്ടുള്ളത്. അവിടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണത്തിലേക്ക് BJP എത്തിയിരിക്കുകയാണ്. അതും 200-നടുത്ത് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ BJP എത്തിയിട്ടുള്ളത്. ചില മണ്ഡലങ്ങളിലെ അന്തിമ ഫലം ഇനിയും പുറത്തു വരാനുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് 2011 അധികാരത്തിലെത്തിയ തൃണമൂൽ കോൺഗ്രസിലും മമതാ ബാനർജിക്കും ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. അവിടെയും തൃണമൂലിന്റെ കോട്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്ന പല മണ്ഡലങ്ങൾ, പല മേഖലകളുണ്ട്. കൊൽക്കത്തയും ഹൗറയും ഹൂഗ്ലിയും നോർത്ത് സൗത്ത് 24 പർഗാനസും ഉൾപ്പെടെയുള്ള മേഖലകൾ. ഈ മേഖലകളിലെല്ലാം തന്നെ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് BJP അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ മലർത്തിയടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണം പിടിച്ചിട്ടുള്ളത്. അതിന്റെ ആഘോഷത്തിലാണ് കൊൽക്കത്തയിലും ഒപ്പം ഡൽഹിയിലുമെല്ലാം BJP പ്രവർത്തകരുള്ളത്. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ആസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഇതിനോടകം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ബംഗാൾ ജനതയ്ക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. വികസന അജണ്ടയാണ് BJP മുൻപോട്ട് വെച്ചിട്ടുള്ള വികസന അജണ്ടയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ബംഗാളിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ ചിത്രത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഏറെ പ്രയാസപ്പെട്ട കാര്യമാണ്. അവിടെ മുൻപ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരിക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സർവ്വസന്നാഹവും ഉപയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് തൃണമൂൽ അവിടെ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനും അതുപോലെ തന്നെ മമതയ്ക്കുമുള്ള ഒരു തിരിച്ചടി എത്രത്തോളം വലുതാണ്. ഒപ്പം BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വരികയാണെങ്കിൽ അവർ അധികാരം പിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു പശ്ചിമ ബംഗാൾ. BJPയെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുക എന്നുള്ളതൊരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. അപ്പോൾ തീർച്ചയായും ബംഗാൾ കൂടി BJP പാളയത്തിലെത്തിയതോടെ ഒരു സംസ്ഥാനം BJP പിടിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റമാണ് നിലവിൽ ബംഗാളിൽ വരുത്തിയിട്ടുള്ളത്. ബംഗാൾ എന്നുള്ളത് ഇതുവരെ BJPക്ക് ഭരണം നേടാൻ സാധിക്കാത്ത, വർഷങ്ങളോളം ഇടത് പാർട്ടി ഭരിച്ച, പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള ബഹുഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഭരണമായിരുന്നു. ഒപ്പം BJPക്ക് എതിരെ നിന്നുകൊണ്ട് എല്ലാ സമയങ്ങളിലും പ്രതിപക്ഷ നിരയിൽ BJPക്കെതിരെ കനത്ത ശബ്ദമുയർത്തുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് മമതാ ബാനർജി. അത്തരത്തിലൊരു പ്രതിപക്ഷ ശബ്ദം കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ബംഗാളിന്റെ മണ്ണുകൂടി BJP പിടിച്ചെടുത്തിട്ടുള്ളത്. തൃണമൂലിന്റെ പരാജയം വിശകലനം ചെയ്യുമ്പോൾ നിലവിൽ 90-ൽ താഴെ സീറ്റുകളാണ്. അതിൽ ഭവാനിപൂർ, മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ തന്നെ ഒരു തവണ മമതാ ബാനർജി പിറകിൽ പോയി വളരെ പ്രയാസപ്പെട്ടാണ് ഭവാനിപൂരിൽ ഇപ്പോൾ ലീഡ് നേടിയിട്ടുള്ളത്. നേരത്തെ നന്ദിഗ്രാമിൽ BJPയോട് പരാജയപ്പെട്ട മമതാ ബാനർജി ഇത്തവണ വളരെ കഷ്ടപ്പെട്ട ഭവാനിപൂരിൽ വിജയിച്ചു കയറുമ്പോൾ മമതയുടെ അടുത്ത അനുയായികളെല്ലാം തന്നെ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അത് കൊൽക്കത്തയിലും നോർത്ത് സൗത്ത് 24 പർഗാനസ് മേഖല ഉൾപ്പെടെ തെക്കൻ ബംഗാൾ മേഖലയിലുടനീളം കനത്ത പരാജയം. അതായത് തൃണമൂൽ കോൺഗ്രസ് വിചാരിച്ചത് ബംഗാളിന്റെ അതിർത്തി പ്രദേശങ്ങൾ, വടക്കൻ മേഖല, സിലിഗുരിയും ഡാർജിലിംഗും ഉൾപ്പെടുന്ന മേഖലകളെല്ലാം BJPക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയാലും കൊൽക്കത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, തെക്കൻ ബംഗാൾ മേഖല ഈ തൃണമൂലിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന ആത്മവിശ്വാസം മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ആത്മവിശ്വാസം തകർത്തുകൊണ്ടും തൃണമൂലിന്റെ കോട്ടകൾ അടിച്ചു തകർത്തുകൊണ്ടുമാണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ആദ്യമായി ഇത്തവണ BJP ഭരണം പിടിച്ചിട്ടുള്ളത്. അത് ദേശീയ തലത്തിൽ തന്നെ BJPയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. നിരവധി വർഷം 2016 തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് ബംഗാളിൽ നേടാൻ സാധിച്ചത്. അതിന് മുൻപ് 2011 തൃണമൂൽ കോൺഗ്രസ് അവിടെ ആദ്യമായി ഭരണം പിടിച്ചപ്പോൾ മുഖ്യ പ്രതിപക്ഷമായി ഉണ്ടായിരുന്നത് CPM-ഉം കോൺഗ്രസുമായിരുന്നു. 40-നടുത്ത് സീറ്റുകൾ രണ്ട് പാർട്ടികൾക്കും അവിടെ ഉണ്ടായിരുന്നു. 2016-ലും സമാനമായുള്ള സീറ്റ് വിഭജനം CPM-നും കോൺഗ്രസിനും നേടാനായി. 3 സീറ്റുകൾ മാത്രം BJPക്ക് നേടാനായി. ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം പാടെ മാറി മറിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എന്ന് നമുക്ക് വിലയിരുത്താം.
വിലയിരുത്താൻ സാധിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം കോൺഗ്രസും അവിടെ അപ്രസക്തമാകുകയും 77 സീറ്റുകൾ നേടിക്കൊണ്ട് ബംഗാളിന്റെ മുഖ്യ പ്രതിപക്ഷമായി BJP മാറുകയും ചെയ്തു. അപ്പോഴും വളരെ സ്ട്രോങ് ആയി തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ബംഗാളിൽ നിലകൊണ്ടിരുന്നു. അതായത് 294 അംഗ നിയമസഭയിൽ 215 എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു 2021 തൃണമൂലിന്റെയും മമതയുടെയും വിജയം. പക്ഷേ 5 വർഷം കൂടി കഴിഞ്ഞ് 2026 നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൊത്തളങ്ങൾ പോലും തകർന്നു വീണിരിക്കുകയാണ്. അവിടെ ഡബിൾ സെഞ്ചുറിക്ക് അടുത്തെത്തിക്കൊണ്ട് 200-നടുത്ത് സീറ്റുകളിലേക്ക് BJP എത്തുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 15 വർഷം ബംഗാൾ നേരിട്ടിട്ടുള്ള അക്രമങ്ങളും ക്രമസമാധാനമില്ലാത്ത അവസ്ഥയും സ്ത്രീകൾക്കും ബംഗാളിന്റെ പെൺകുട്ടികൾക്കും നേരെ നേരിട്ട അതിക്രമവുമാണ് മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. വികസന അജണ്ടയാണ് നിലവിൽ ബംഗാൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ഏതായാലും BJP ക്യാമ്പ് വലിയ ആഘോഷത്തിലാണുള്ളത്. ഈ നിലവിൽ നടന്നിട്ടുള്ള 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവിടെ ബംഗാളിന്റെ മണ്ണിൽ ചരിത്രത്തിലാദ്യമായി ഭരണം പിടിക്കാൻ സാധിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ പ്രവചിച്ചതുപോലെയും ഹാട്രിക് അടിക്കുകയാണ്. അതും സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ഹാട്രിക് വിജയത്തിലേക്ക് BJP എത്തുന്നത്. BJP ക്യാമ്പ് വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ജിഷ്ണു സൂചിപ്പിച്ച പോലെ അസമിലേക്ക് വരികയാണെങ്കിൽ അസമിൽ എല്ലാ അർത്ഥത്തിലും BJP ആണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്ന് കോൺഗ്രസിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. നമ്മളിവിടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിലും പഴയൊരു പ്രതാപത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. 126 അംഗ നിയമസഭയിൽ 50-ൽ കൂടുതലെങ്കിലും സീറ്റുകൾ പിടിക്കാൻ സാധിക്കുമെന്നായിരുന്നു വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പക്ഷേ ആ ഭരണത്തിലേക്ക് എത്താനും സാധിച്ചില്ല. കോൺഗ്രസ് വിലയിരുത്തിയ സീറ്റുകളിലേക്കും എത്താൻ സാധിക്കാതെ 20-നടുത്ത് സീറ്റുകളിലേക്ക് മാത്രമാണ്. മുൻപ് 2016 മുമ്പ് കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് അസം എന്നുള്ള കാര്യം കൂടി ഓർക്കണം. 2016 അവിടെ ആദ്യമായി BJP ഭരണം പിടിക്കുന്നത്. പിന്നീട് 2021 ഭരണ തുടർച്ചയുണ്ടായി. ഹിമന്ത ബിശ്വ ശർമ്മ മുൻ കോൺഗ്രസ് നേതാവ് അവിടെ BJP-യുടെയും ഒപ്പം നോർത്ത് ഈസ്റ്റ് റീജിയനിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP രൂപീകരിച്ച നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന അലയൻസിന് ആ ഘടകകക്ഷികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP-യുടെ തേരോട്ടത്തിന് കൂടി ഹിമന്ത കാരണമായിട്ടുണ്ട്. ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലാണ് അസമിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് BJP ഭരണ തുടർച്ച നേടുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത് ജനങ്ങൾ നൽകിയ വിശ്വാസമാണ്, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. അതുകൊണ്ട് അവരുടെ പിന്തുണയിൽ വലിയ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ വിജയത്തിന് ശേഷം ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ബംഗാളിലും അസമിലും വൻ വിജയം നേടാൻ സാധിച്ചു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു, വീണ്ടും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ സീറ്റ് നേടാൻ സാധിച്ചു. പുതുച്ചേരിയിൽ BJP സഖ്യത്തിന് ഭരണ തുടർച്ച നേടാൻ സാധിച്ചു. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം ദേശീയ തലത്തിൽ BJP-ക്ക് നൽകുന്നതാണ്. ദേശീയ തലത്തിൽ ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് BJP-ക്കുള്ളത്. അസമിൽ തുടർഭരണം, ഒപ്പം പുതുച്ചേരിയിലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 3 അക്കൗണ്ടുകൾ തുറക്കാൻ സാധിച്ചു. തമിഴ്നാട്ടിലും സഖ്യകക്ഷികളുമായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും ഒക്കെ ആയിരുന്നു ബംഗാൾ പിടിക്കുക എന്നുള്ളത്. അതും BJP നേടി എന്നുള്ളതാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്ലോക്ക് ബസ്റ്റർ വിജയവുമായി TVK സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും താൻ തന്നെ നായകനെന്ന് തെളിയിച്ച് വിജയ്. TVKയുടെ തേരോട്ടത്തിൽ അടിതെറ്റി MK സ്റ്റാലിൻ. കൊളത്തൂരിൽ ദയനീയ തോൽവി. വർഷത്തിലേറെയായി തമിഴ്നാട് രാഷ്ട്രീയം ഒരു ദ്വികക്ഷി സംവിധാനമായിരുന്നു. അതിനാണ് മാറ്റം വന്നത്. നടൻ വിജയുടെ പാർട്ടിയായി തമിഴക വെട്രിക്കഴകം ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിച്ചിരുന്ന DMK, AIADMK എന്നീ വൻ ശക്തികളെ പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. തുടർഭരണം ഉറപ്പിച്ചിരുന്ന DMK 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകർ അട്ടിമറിയായാണ് വിലയിരുത്തുന്നത്. ഭരണവിരുദ്ധ വികാരവും യുവാക്കൾക്ക് TVKയോടുള്ള താൽപര്യവും DMKയുടെ വോട്ടു ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2ാം സ്ഥാനത്താണെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ AIADMKയ്ക്ക് സാധിച്ചു. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം TVKയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിക്ക് വലിയ കുതിരക്കച്ചവടങ്ങൾക്കും പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്കും വഴിവെച്ചേക്കാം. TVKയുടെ നീക്കങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. DMKയ്ക്കൊപ്പം നിന്നിരുന്ന പല കക്ഷികളും മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്.
മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ കൊളത്തൂരിൽ ദയനീയമായി പരാജയപ്പെട്ടു. DMK-യിൽ നിന്ന് രാജിവെച്ച് TVK-യിൽ ചേർന്ന VS ബാബുവാണ് സ്റ്റാലിനെ അട്ടിമറിച്ചത്. 2011 മുതൽ സ്റ്റാലിൻ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് കൊളത്തൂർ. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് അപൂർവ സംഭവമാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മണ്ഡലമായ ചെപ്പോക്കിൽ വിജയം നിലനിർത്തി. DMK-യുടെ പല മന്ത്രിമാരും തോറ്റു. വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടി. മുൻ മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ എടപ്പാടി K പളനിസ്വാമി തന്റെ മണ്ഡലമായ എടപ്പാടിയിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. സേലം, കോയമ്പത്തൂർ, ഈറോഡ് തുടങ്ങിയ പടിഞ്ഞാറൻ മേഖലകളിൽ AIADMK തങ്ങളുടെ ശക്തി തെളിയിച്ചു. പലയിടങ്ങളിലും TVK AIADMK-യുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും കേഡർ വോട്ടുകൾ സംരക്ഷിക്കാൻ EPS-ന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.